ഒരു ഫേസ് വരക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. ഹ്യൂമൻ ഫേസിൽ ഫ്രണ്ട് വ്യൂ എങ്ങനെ വളരെ സിമ്പിളായിട്ട് വരയ്ക്കാമെന്ന് നമുക്കിന്ന് പഠിക്കാം. ആദ്യം ഫേസ് വരയ്ക്കാനായിട്ട് ഒരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കുക. നിങ്ങൾ HB പെൻസിലോ 2B പെൻസിലോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം ഒരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞാൽ ഞാൻ സെൻട്രൽ ലൈൻ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനെ സെൻട്രൽ ലൈൻ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നുണ്ട്. അതിനെ ബ്രോ ലൈൻ എന്നാണ് ഇവിടെ പറയുന്നത്. പുരികങ്ങൾ മാർക്ക് ചെയ്യേണ്ട ലൈൻ ആയതുകൊണ്ടാണ്, ഭാഗമായതുകൊണ്ടാണ് ബ്രോ ലൈൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ 3 ഭാഗങ്ങളായിട്ട് മേലെയും താഴെയും ഞാൻ ഡിവൈഡ് ചെയ്തു. അതിൽ ഒന്നാമത്തേത് ഹെയർ ലൈൻ ആണ്. അതേപോലെ ഏറ്റവും താഴെ വരുന്നത് നോസ് ലൈനും. ഇനി ഹെയർ ലൈനിൽ നിന്ന് നോസ് ലൈനിലേക്ക് ഞാൻ 2 രേഖകൾ വരച്ച് ഒരു സ്ക്വയർ ഷേപ്പ് ആക്കി എടുത്തു. അത് ഫേഷ്യൽ ഫീച്ചേഴ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് ലൂമിസ് മെത്തേഡിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ചെയ്യുന്നത്. ഞാൻ ചിൻ ലൈൻ താടിയിൽ വരയ്ക്കേണ്ട ഭാഗം മാർക്ക് ചെയ്തു. ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എനിക്ക് ഫേസിന്റെ ഒരു ആകൃതി, ഒരു സ്കെൽട്ടണിന്റെ ഏകദേശ ഷേപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഹ്യൂമൻ ഫേസിന്റെ. ഇനി ഞാൻ വരച്ചെടുത്ത ഓരോ ഭാഗത്തും എനിക്ക് ഫേഷ്യൽ ഫീച്ചേഴ്സ് വളരെ കൃത്യമായിട്ട് തന്നെ പ്ലേസ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഞാനിപ്പോ ബ്രോ ലൈനിൽ പുരികങ്ങൾ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സാവധാനം ഐബ്രോസ് വരയ്ക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ കണ്ണ് വരക്കുന്നുണ്ട്. കണ്ണ് ഞാൻ വരച്ചു. ഐബ്രോസിന്റെ താഴെയായിട്ട് കണ്ണ് വരയ്ക്കുന്നുണ്ട്. അതിൽ ഐറിസ് ഞാൻ മാർക്ക് ചെയ്തു. ഇനി തൊട്ടപ്പുറത്തും ലെഫ്റ്റ് ഭാഗത്തെ പുരികങ്ങൾ വരച്ചു. പുരികം വരയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ണും ഞാൻ വരക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു സ്കെച്ചാണ് ഞാൻ ആദ്യം തയ്യാറാക്കുന്നത്, ഒരു ഏകദേശ ഐഡിയ. അത് കഴിഞ്ഞാൽ ഞാൻ മൂക്കിന്റെ പോർഷൻ വരയ്ക്കുന്നുണ്ട്. മൂക്കിൽ ആദ്യം ഒരു യു ഷേപ്പ് കൊടുത്ത് പിന്നെ ഇതിന്റെ രണ്ടറ്റത്തും ഒരു സി അല്ലെങ്കിൽ കർവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നോസിന്റെ ഷേപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയും. അത് കഴിഞ്ഞാൽ ലിപ്പ് ലൈൻ ആ ഒരു ഭാഗത്ത് ഞാൻ ചുണ്ട് വരയ്ക്കുന്നുണ്ട്. ഏകദേശം എനിക്ക് കണ്ണ്, മൂക്ക്, വായ ആ ഒരു സ്ഥാനം, ആ ഒരു പ്ലേസ് എനിക്ക് നോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തൊട്ട് താഴെയായിട്ട് ഞാൻ താടി ഈ ഒരു ഭാഗം ഞാൻ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞാൽ 2 ചെവികൾ ഞാൻ വരക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വരച്ചെടുക്കാൻ കഴിയും. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു മെത്തേഡ് നമുക്ക് പഠിക്കാൻ കഴിയും. ഇത് ഒരു അമേരിക്കൻ ഇല്ലുസ്ട്രേറ്ററായ വില്യം ആൻഡ്രൂ ലൂമിസ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് ഈ ഒരു ടെക്നിക്ക് 20-ാം നൂറ്റാണ്ടിൽ ആദ്യമായിട്ട് ചിത്രരചനയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ലൂമിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ലൂമിസ് മെത്തേഡ് എന്നാണ് ഈ ഒരു ടെക്നിക്കിനെ വിളിച്ചു വരുന്നത്. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. സമയം നമുക്ക് കൂടുതൽ സേവ് ചെയ്യാൻ കഴിയും ഈ ഫേസ് ഡ്രോയിങ്ങിൽ. നമ്മളിപ്പോ ഒരു ഫേസ് വരയ്ക്കുന്ന സമയത്ത് ഗ്രിഡ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടും. എന്നാൽ ഈ ഒരു ടെക്നിക്ക് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് തന്നെയാണ്. ഞാനിപ്പോ അൺവാണ്ടഡ് ലൈൻസുകൾ ഒഴിവാക്കി ഞാൻ അതിന്റെ മേലെ ഞാനിപ്പോ ഒരു ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോ 6B പെൻസിലാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കണ്ണ്, മൂക്ക്, വായ തുടങ്ങി ഫേഷ്യൽ ഫീച്ചേഴ്സ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് കടക്കുന്നില്ല. ഓരോ ഭാഗവും വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ വരക്കുന്നത്. ഞാനിപ്പോ നോസ്ട്രിൽസ് അത് മാത്രമേ ഞാൻ മാർക്ക് ചെയ്യുന്നുള്ളൂ. മൂക്കിന്റെ ഒരു ഭാഗത്ത് 2 ഹോൾസ് ഞാൻ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് ലിപ്പിന്റെ പോർഷൻ ഒരു ലൈൻ, ഈ ഒരു ലൈൻ ഞാൻ കുറച്ച് കറുപ്പിച്ചെടുക്കുന്നുണ്ട്. മേൽ ചുണ്ടും താഴെ ചുണ്ടും ഒന്നും ഷെയ്ഡ് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നതാണ്. ബിഗിനേഴ്സിന് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആക്കിയിട്ടാണ് ഞാൻ വരക്കുന്നത്. ഇപ്പോൾ ഫേസിന്റെ ഒരു ഏകദേശ ഐഡിയ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ചെവിയുടെ പോർഷനും അതേപോലെ ചിന്നിന്റെ പോർഷനും കറക്റ്റ് ചെയ്ത് ഞാനൊരു ഫേസിന്റെ ഒരു ആകൃതി ഞാൻ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ മുടിയുടെ പോർഷൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ലെഫ്റ്റ് ഭാഗത്തെ ചെവിയുടെ പോർഷൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അവിടെ നിന്നും താഴേക്ക് ചിന്നിന്റെ പോർഷനിലേക്ക് ഒരു ലൈൻ കറക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു ഫേസിന്റെ ഷേപ്പ് എനിക്ക് കിട്ടുന്നതായിരിക്കും.
നിങ്ങൾ വരക്കുന്ന സമയത്തും നല്ലപോലെ സമയമെടുത്തിട്ട് തന്നെ വരക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടൂ. ഇതിനൊരുപാട് സമയം വേണം. നല്ലപോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കണ്ടെത്താനായിട്ട് കഴിയൂ. ഇപ്പോൾ എനിക്കതിൻ്റെ ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഐറിസ് ജസ്റ്റ് ലൈറ്റായിട്ട് ഞാനൊന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹെയറിന്റെ പോർഷനും ഒന്ന് ഹാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ചിത്രം എനിക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വരച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഞാൻ വരച്ച പോലെ തന്നെ വരക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ലൂമിസ് മെത്തേഡ് പഠിക്കാനായിട്ട്. സോ ഹാപ്പി ഡ്രോയിങ്.